ഗൈസ് നമുക്ക് ചില കാര്യങ്ങൾ സാധനങ്ങൾ കൗണ്ട് ചെയ്യാനായിട്ട് സാധിക്കും, എന്നാൽ ചിലത് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പം ബോട്ടിലാണെന്നുണ്ടെങ്കിൽ 1, ഇപ്പുറത്തെ ഒന്നും കൂടി 2, അപ്പൊ 1, 2 എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കൗണ്ട് ചെയ്യാം. എന്നാൽ എനിക്ക് നിന്നെ എത്ര ഇഷ്ടമാണെന്ന് ഞാൻ പറയണം 1, 2 എനിക്ക് 1 ഇഷ്ടമാണ് 2 ഇഷ്ടമാണ് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല, പറ്റില്ല. അപ്പൊ ചില സാധനങ്ങൾ നമുക്ക് കൗണ്ട് ചെയ്യാം, ചിലത് പറ്റില്ല. അതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കേട്ടോ. സോ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. എന്റെ അടുത്ത് 3 ആപ്പിൾ ഉണ്ട്. I have 3 apples. അപ്പൊ ഇത് കൗണ്ടബിൾ ആണ് അല്ലെ? 3 ആപ്പിൾസ് നമുക്ക് കൗണ്ട് ചെയ്യാം. ഓക്കെ, അവൻ എനിക്ക് കുറച്ച് ഉപദേശം തന്നു. ഉപദേശത്തിന് ഇംഗ്ലീഷ് എന്തായിരുന്നു? അഡ്വൈസ്. Advice. He gave me advice. കുറച്ച് he gave me some advice. He gave me some advice. അപ്പൊ ഇവിടെ എത്രയെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കുറച്ച് അഡ്വൈസ്, ഒരു അഡ്വൈസ്, 2 അഡ്വൈസ് നമുക്ക് പറയാൻ പറ്റില്ല. അഡ്വൈസസ് എന്നുള്ളൊരു വേർഡ് ഇംഗ്ലീഷിൽ ഇല്ല. ഓക്കെ, അഡ്വൈസിന്റെ സിംഗുലറും പ്ലൂറലും അഡ്വൈസ് തന്നെയാണ്. അതെങ്ങാണ് നിങ്ങൾക്ക് പ്ലൂറൽ ആക്കണം എന്നുണ്ടെങ്കിൽ പീസ് ഓഫ് അഡ്വൈസ്, പീസസ് ഓഫ് അഡ്വൈസ് എന്നുള്ള യൂസേജ് ഉണ്ട്. അത് വേണമെങ്കിൽ യൂസ് ചെയ്യണം, അല്ലാണ്ട് അഡ്വൈസിനെ അഡ്വൈസസ് ആക്കാൻ പറ്റില്ല. ഓക്കെ, അടുത്തത് അവൾക്ക് കുറച്ച് പഞ്ചസാര അവള് കുറച്ച് പഞ്ചസാര വാങ്ങി. She bought some sugar. ഷുഗർ എന്നുള്ളത് പഞ്ചസാര നമുക്ക് 1, 2 കൗണ്ട് ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് അത് അത്രയും ടൈനി പാർട്ടിക്കിൾസ് ആണ്. നമുക്ക് 1 kg 2 kg കെജിയോ അല്ലെങ്കിൽ ഗ്രാംസോ അങ്ങനെ കൗണ്ട് ചെയ്യാന്നല്ലാണ്ട് ഒരു ഷുഗർ 2 ഷുഗർ നമുക്ക് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ പാക്കറ്റ് ഷുഗർ എന്നും പറയാം, അല്ലാണ്ട് വെറും ഷുഗർ പറയാൻ പറ്റാത്തത് കൊണ്ട് ഇറ്റ് ഇസ് അൺകൗണ്ടബിൾ. ഓക്കെ, അത്ര പാല് ബാക്കി ഇല്ലായിരുന്നു. There isn't much milk left. Much milk left. Okay, ഇവിടെ പാല് നമുക്ക് അങ്ങനെ ലിക്വിഡ് ഫോമിലായതുകൊണ്ട് അങ്ങനെ എണ്ണാൻ പറ്റില്ല കേട്ടോ. നമുക്ക് കൂടുതൽ ചെയർ വേണം. ഇതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാന്നുള്ളത്, ചെയർ എന്നുള്ളത് എണ്ണാൻ പറ്റുമോ ഇല്ലെന്നൊന്ന് ആലോചിക്കുക, എന്നിട്ട് കോമെന്റ് ചെയ്യുക. ഓക്കെ, സോ ഇതിന്റെ ആൻസർ എന്താണെന്നുള്ളത് താഴെ കോമെന്റ് ചെയ്യുക.